അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ലഅനല്ലാഹു അലൽ യഹൂദ വനസാറ ഇത്തഹദു ഖുബൂറ അംബിയാഇഹി മസാജിദ. എന്താണ് അത് പറഞ്ഞാന്നുള്ളത് അങ്ങേക്കറിയോ? അതെ, അത് റസൂല് പറയുന്നുണ്ടേ, തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമ് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും മേത്ത് നിർബന്ധമാണ്. കാരണം അറിവുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹിനെ അനുസരിക്കാൻ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഞാൻ അബ്ദുറഹ്മാൻ വളാഞ്ചേരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ വാക്കുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു, തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. മുസ്ലിമായ ഏതൊരാൾക്കും ഇൽമ് നേടുക എന്നുള്ളത് അവന്റെ ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അടിമയായ എനിക്ക് നൽകിയ കൽപ്പനകളും നിർദ്ദേശങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവൻ അല്ലാഹുവിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം സാധ്യമാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു കൽപ്പിക്കുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായും താങ്കൾ അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിനെ കുറിച്ച് അറിയണം, പഠിക്കണം എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. സഹോദരങ്ങളെ, ഇസ്ലാം മനുഷ്യരെ ഭിന്നതയിലേക്കോ വിഭാഗീയതയിലേക്കോ ക്ഷണിക്കുന്ന പ്രത്യയശാസ്ത്രമല്ല, മറിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് നിർത്താൻ കഴിവുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. എന്നാൽ ഇന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണെന്ന് അവകാശപ്പെടുന്ന മുസ്ലിം സമൂഹം ഇത്രത്തോളം വിഭാഗീയതയിലേക്കും ഭിന്നതയിലേക്കും നയിക്കപ്പെടുവാനുള്ള കാരണം ഖബറും ഖബറു സിയാറത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ്. ഇത്തരം കേന്ദ്രങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നവരുടെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമുള്ള അറിവ് നമുക്കൊന്ന് പരിശോധിക്കാം. ആളുകളൊക്കെ ധാരാളമായിട്ട് ഇവിടെ വരാറുണ്ടോ? ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഇവിടെ വന്ന് സഹായം തേടി എന്തെങ്കിലുമൊക്കെ നമ്മളിവിടെ വിളക്ക് എത്തിച്ച് പറ്റിയ പൈസ എന്നും വിളക്ക് ദീപവിളക്കാണ് അല്ലേ? എവിടെ എന്നും സന്ധ്യ നേരത്ത് വിളക്ക് കാണിക്കും. തങ്ങൾ പാപ്പാക്ക് വിളക്ക് കാണിക്കണതാണ്. ആളുകൾ ഇവിടെ വന്ന് സഹായം തേടോ? പിന്നെ തീർച്ചയായിട്ടും അത്രക്കുള്ള ചരിത്രം. പിന്നെ അതിവിടെ ഒരു കല്ലുകുട്ടി ചെറുതായിട്ട് മക്ബറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഒരു മീസാങ്കല്ല് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കൂടി ആയിട്ടാണ്. പിന്നീട് നിങ്ങള് വളർന്നു വന്നപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? കെട്ടിപ്പൊക്കി നല്ല രീതിയിലാക്കി. ഇപ്പം ഞാൻ ഇസ്ലാമിന് പുറത്ത് ജീവിച്ചിരുന്ന ഒരാളാണല്ലോ. ഒരാള് ഒരു വിശ്വാസം സ്വീകരിക്കണമെങ്കിൽ ആധികാരികമായി അതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അത് സത്യമാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണല്ലോ അത് സ്വീകരിക്കുക. അപ്പം ഇസ്ലാമിന് പുറത്ത് ജീവിച്ചിരുന്ന ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് ചെറിയ ശബ്ദത്തിൽ എന്തൊക്കെയോ ഉച്ചരിക്കുന്നതുണ്ട്. അപ്പം എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നതെന്ന് നോക്കാൻ വേണ്ടി കാത് കൂർപ്പിച്ച് റസൂല് എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു. അപ്പം അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, ലഅനല്ലാഹു അലൽ യഹൂദ വനസാറ ഇത്തഹദു ഖുബൂറ അംബിയാഇഹി മസാജിദ. എന്താണ് അത് പറഞ്ഞാന്നുള്ളത് അങ്ങേക്കറിയോ? അതെ, അത് റസൂല് പറയുന്നുണ്ടേ, തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമ് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും മേത്ത് നിർബന്ധമാണ്. കാരണം അറിവുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹിനെ അനുസരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റസൂല് പറഞ്ഞത് ലഅനല്ലാഹു, അള്ളാഹുവിൻ്റെ ലഅനത്ത് ഉണ്ടാവട്ടെ, ശാപം ഉണ്ടാവട്ടെ, അലൽ യഹൂദ വനസാറ, യഹൂദന്മാർക്കും നസാറാക്കൾക്കും. എന്താ കാര്യം? ഇത്തഹദു ഖുബൂറ അംബിയാഇഹി മസാജിദ. അവരവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങൾ സുജൂദ് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി. സുജൂദ് ആരുടെ മുമ്പിൽ മാത്രമേ പാടുള്ളൂ? അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ പാടുള്ളൂ. ഞാനും പലപ്പോഴും അമുസ്ലിമായി ജീവിക്കുന്ന സമയത്ത് എവിടെ പോയി പ്രാർത്ഥിച്ചാലാണ് തൻ്റെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയാമെന്നറിയാതെ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ. പക്ഷേ ഞങ്ങൾ അവിടെ പോകുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചിട്ടോ റസൂലിനെ കുറിച്ചിട്ടോ ആളുകൾ എന്ത് ചെയ്യില്ല, പറഞ്ഞു തരില്ല. മറിച്ച് അവിടെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോ, ഇവിടേക്ക് നേർച്ചയാക്കിക്കോ, നിങ്ങളെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് പറയും. പക്ഷേ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ എന്താണ്? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട നേർച്ചയോ വഴിപാടോ സുജൂദോ അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും വഴിവെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ മനുഷ്യന് സ്വർഗം നിഷിദ്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടുത്തെ സലഫികളായ ആളുകൾ ഇത്തരം ചെയ്തികളെ എതിർക്കാനുള്ള കാരണം ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? ഇതിനെ എതിർക്കുന്നത്. അപ്പോൾ നിങ്ങളും ദീനിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിക്കണം. ഞാനും പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൗഹീദ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീന്
വഹീൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനിലൂടെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഖബർ സിയാറത്ത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഖബറുകൾ കെട്ടിപ്പോക്കുന്നത്, അവിടേക്ക് നേർച്ചയും വഴിപാടുകളും കഴിക്കുന്നതൊക്കെ വലിയ തെറ്റാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ നമ്മൾ സമാധാനം പറയേണ്ടി. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അങ്ങനെയില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് നമ്മള് ഇവരെ കൊണ്ട് നേരത്തെ നമ്മൾ പ്രാർത്ഥിക്കില്ല. നമ്മൾ അള്ളാഹുവിന്റെ ഇവരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ചോദിക്കണത്. നേരെ മറിച്ച് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവരോടൊന്നും പറയില്ല. സൂറത്ത് സുമറിലെ ഉപ്പ ശ്രദ്ധിച്ച് കേൾക്കിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലാലില്ലാഹില്ല ദീനുൽ ഖാലിസ്, അറിയണം നിങ്ങൾ നിഷ്കളങ്കമായ മതം അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. വല്ലദീന തഹദൂ മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ കാര്യകർത്താക്കളായി സ്വീകരിച്ച ആളുകൾ. അവർ പറഞ്ഞിരുന്നു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് ശരിയായ ഒരു അടുപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവരെ ആരാധിക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യഹ്കും ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, നിശ്ചയമായും അവർ ഭിന്നിച്ച വിഷയത്തിൽ അള്ളാഹു വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നിവിടെ സുന്നി മുജാഹിദൊക്കെ ഈ വിഷയത്തിൽ ഭിന്നിപ്പിലുള്ളത്. ആ ഭിന്നിച്ച വിഷയത്തിൽ എന്ത് ചെയ്യും, അള്ളാഹു വിധി കൽപ്പിക്കും. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ വ കുഫാറ, ഒരിക്കലും അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല കള്ളവാദികളായ ആളുകളെ, നിഷേധികളായ ആളുകളെ എന്നുള്ളതാണ്. അപ്പം മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ അതല്ലെങ്കിൽ മഹാന്മാരെന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിലേക്ക് യഥാർത്ഥത്തിൽ ഒരു അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതെ അതെ, ഇൻഷാ അല്ലാഹ്. എന്തായാലും നിങ്ങളെ അത് ഖുർആൻ ആദ്യമായിട്ട് ഇപ്പം ഞാൻ ഹിന്ദുവായി ജീവിക്കുമ്പോഴേ ഖുർആൻ ആദ്യമായി പറഞ്ഞത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ